ഈ ഐശ്വര്യലക്ഷ്മി പ്രതിക്ക് വേണ്ടി മൊഴി നൽകാൻ നിന്നാൽ എന്റെ സ്റ്റാറ്റസ് എന്താവും? മാത്രമല്ല ഇപ്പൊ തന്നെ അമ്മയും സഹോദരിയും എന്ന പേരിൽ എനിക്ക് കാണുന്നതേ ഇപ്പോ ഉള്ളിലൊരു ആദ്യാ. ഈ അച്ഛനെന്ന് പറയുന്ന ക്രിമിനലും കൂടെ പുറത്തിറങ്ങിയാൽ അതിന്റെ ടെൻഷനും കൂടും. അതുകൊണ്ട് ഞാൻ ഒരിടത്തേക്കും ഇല്ല. കൊലയാളികൾ കിടക്കേണ്ടത് അങ്ങ് ജയിലിൽ തന്നെയാ. എന്റെ സമയം മെനക്കെടുത്താതെ നീ ഒന്ന് പോവാൻ നോക്കിയാ. ഐശ്വര്യലക്ഷ്മി കോടതിയിൽ വന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു വിധിയെഴുത്ത് നടക്കും ഈ രമാനിലയത്തില്. അതെ, ജയിലിൽ കിടക്കുന്ന ശിവദാസന്റെ മകളാണ് മൂത്ത മരുമകളായ ലക്ഷ്മി എന്ന് രമാദേവി മാഡം അറിഞ്ഞ അന്നത്തോടെ തീരും നിന്റെ ഈ വീട്ടിലെ അകത്തമ്മ ചമയല്. എന്റെ അച്ഛന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഈ കല്യാണി അത് ചെയ്തിരിക്കും. നിന്റെ അച്ഛനാണ് ശിവദാസനെന്ന് തെളിയിക്കാൻ ഫോട്ടോ മാത്രമല്ല ഒരുപാട് തെളിവുകളുണ്ട് എന്റെ കയ്യില്, ആധാർ കാർഡ് അടക്കം. എന്താ പേടിച്ചു പോയോ? ഇല്ല, ലവലേശം പേടിയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ലെവലിലെത്തില്ലായിരുന്നു. തടസ്സങ്ങളൊക്കെ നീക്കി വന്ന എനിക്ക് വീട്ടുജോലിക്കാരിയായ നിന്നെയും മിണ്ടാപ്രാണിയായ ഈ തള്ളയെയും മോഷണ കുറ്റത്തിനകത്താക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. അത് നീ വെറുതെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഞാൻ ശിവദാസന്റെ മകളാണെന്ന് അറിയുന്നതിന് മുന്നേ നിന്റെ അമ്മ ശിവദാസന്റെ ഭാര്യയാണെന്നും നീ ശിവദാസന്റെ മകളാണെന്നുള്ള DNA സർട്ടിഫിക്കറ്റ് അടക്കം രമാദേവിയുടെ കയ്യിൽ കിട്ടിയിരിക്കും. അമ്മേ, അമ്മേ, വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ഇവരെ? അമ്മ എഴുന്നേക്കമ്മ, അമ്മ എഴുന്നേക്ക. നമ്മുടെ അച്ഛനായിട്ട് കരുതണ്ട, ഒരു സർവന്റ് ആയിട്ട് കരുതിയെങ്കിലും അച്ഛന് വേണ്ടി കോടതിയിൽ മൊഴി കൊടുക്കാൻ വരണം. 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മ സ്വന്തം മകളുടെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും ചേച്ചിക്ക് മനസ്സലിയുന്നില്ലേ? ഒന്ന് സങ്കടം പറഞ്ഞ് കരയാൻ പോലും കഴിയാത്ത അമ്മയ്ക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മ